പ്ലസ് ടു കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന പാഠത്തിൻ്റെ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഹെൻറീസ് ലോയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പ്രോബ്ലം ഉണ്ട്, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നൗ ലെറ്റ് us start our problem. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്തതിന് എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ചെയ്തു പോകും കേട്ടോ. If nitrogen gas is bubbled through water at 293 Kelvin, how many millimoles of nitrogen gas would dissolve in 1 liter of water? Assume that nitrogen exerts a partial pressure of 0.987 bar. Given that Henry's law constant for nitrogen at 293 Kelvin is 76.48 kilobar. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കും. ഇവിടെ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? How many millimoles of nitrogen gas would dissolve in 1 liter? ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് അതാണ്, how many millimoles of nitrogen gas. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പ്രഷർ തന്നിട്ടുണ്ട്. നൈട്രജൻ എക്സെർട്സ് എ പാർഷ്യൽ പ്രഷർ ഓഫ് 0.987 bar. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. Now given that Henry's law constant തന്നിട്ടുണ്ട്. ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ ടേം ഏതാണ്? KH തന്നിട്ടുണ്ട്. സോ KH is equal to 76.48 കിലോബാർ. കിലോബാറിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ബാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ലോവർ യൂണിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. കിലോയെ ബാറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ KH is equal to 76.48 into 10⁻³ bar. നമുക്ക് വേണ്ടത് ഹൗ മെനി മില്ലിമോൾസ് ഓഫ് നൈട്രജൻ ഗ്യാസ്, അതായത് നൈട്രജന്റെ മില്ലിമോൾസ്, നമ്പർ ഓഫ് മോൾസ് ആണ് വേണ്ടത് അല്ലേ? അപ്പൊ ഈ നമ്പർ ഓഫ് മോൾസുമായിട്ട് കണക്ട് ചെയ്ത ഒരു ടേം ഉണ്ട്. എന്താണ്? നമ്മള് ഹെൻറീസ് ലോ പഠിച്ചപ്പോൾ പറഞ്ഞു സോലിബിലിറ്റി നമ്മൾ ഏത് ടേം വെച്ച് റീപ്ലേസ് ചെയ്തു? മോൾ ഫ്രാക്ഷൻ വെച്ച്. സോ മോൾ ഫ്രാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ എന്നൊരു കൺസെപ്റ്റ് ആണ് ഹെൻറീസ് ലോ പറയുന്നത്. അപ്പം മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹൗ മെനി millimoles ഓഫ് നൈട്രജൻ ഗ്യാസ് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ എഴുതാം. സോ P is equal to KH into X. മറന്നായിരുന്നോ? ഓക്കെ, ഇതിനകത്ത് KH തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ആരുടെ മോൾ ഫ്രാക്ഷൻ ആണ് ഇവിടെ? ആരുടെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നൈട്രജന്റെ. സോ ദാറ്റ് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. സോ XN2 കണ്ടുപിടിച്ചു. XN2 ശ്രദ്ധിച്ചോണം. സോ P by KH. XN2 is equal to P by KH. What is pressure? That is 0.987 bar. അതിങ്ങോട്ട് എടുത്തെഴുതി. ഡിവൈഡഡ് ബൈ KH ന്റെ വാല്യൂ എത്രയാണ്? നമ്മളത് ബാറിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം തന്നിരിക്കുന്ന പ്രഷർ ബാറിലാണ്, അതുകൊണ്ടാണ് KH ന്റെ വാല്യൂ നമ്മൾ ബാർ എന്ന യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത്. സോ 76.48 into 10⁻³ ബാർ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, യൂണിറ്റ് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന വാല്യൂ എത്തിയാണ് മോൾ ഫ്രാക്ഷൻ യൂണിറ്റ് ഇല്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.29 into 10⁻⁻5 എന്ന ഒരു വാല്യൂ ആണ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ആണ് കിട്ടിയത്, പക്ഷേ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ എങ്ങനെയായിരിക്കും കിട്ടിയത്? നമ്മൾ പഠിച്ചതല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പ്ലസ് ഇവിടെ ആരാണ് അടുത്തത്? 1 ലിറ്റർ ഓഫ് വാട്ടർ ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു NN2 ഡിവൈഡഡ് ബൈ NN2 പ്ലസ് NH2O. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, വേണ്ടേ? അപ്പൊ അതിന് നമുക്ക് ആകെ തന്നിരിക്കുന്നത് 1 ലിറ്റർ ഓഫ് വാട്ടർ എന്നാണ് തന്നിരിക്കുന്നത്. 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര ml ആണ്? 1000 ml ആണ്. So volume of water is equal to 1 liter
1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. 1 മില്ലി ലിറ്ററിന് നമ്മൾ 1 ഗ്രാം എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 മില്ലി ലിറ്റർ എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ജനറൽ ഫോർമുല എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. എന്താണ് ഗിവൺ മാസ്? 1000. സോ 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 18. അപ്പം 1000 ഡിവൈഡഡ് ബൈ 18 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 55.56 മോൾ എന്ന വാല്യൂ കിട്ടും. So that much amount of water is present in this solution. ഇനി നമുക്കറിയാം ഒരു ഗ്യാസ് ലിക്വിഡിൽ ലയിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ അതിന്റെ സോല്യൂബിലിറ്റി ഉള്ളൂ. So compared to the number of moles of water, the number of moles of nitrogen is very very small. So we can neglect the term in the denominator. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ നമ്പർ ഓഫ് മോൾസുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് വളരെ കുറവാണ്. സോ നമുക്ക് ഈ ഡിനോമിനേറ്ററിലെ നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് നെഗ്ലെക്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? xN2 is equal to nN2 divided by nH2O. ആരെ നമ്മൾ കളഞ്ഞു? നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസിനെ കളഞ്ഞു. Now nN2 എങ്ങനെ കിട്ടും? Mole fraction of nitrogen into number of moles of water. And what is mole fraction of nitrogen? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലേ? That is 1.29 into 10 raised to minus 5. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Into number of moles of water നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? That is 55.56. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 7.16 into 10 raised to minus 4 mole. നമുക്ക് വേണ്ടത് എന്താണ്? മില്ലി മോൾസ് ഓഫ് നൈട്രജൻ ആണ് വേണ്ടത് അല്ലേ? മോളിൽ കിട്ടിയാൽ മില്ലി മോളിലാക്കാൻ ലോവർ യൂണിറ്റിലേക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? മില്ലി മോൾസിലേക്കാക്കാൻ 10 raised to 3. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 7.16 into 10 raised to minus 4 into 10 raised to 3 മില്ലി മോൾ. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് that is 0.716 മില്ലി മോൾ. Now the second problem. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റിലെ ഒരു ഇൻടെക്സ്റ്റ് പ്രോബ്ലം ആണ്. So let us read the problem. H2S, a toxic gas with rotten egg-like smell, is used for the qualitative analysis. If the solubility of H2S in water at STP is 0.195 small m, calculate Henry's law constant. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ അറിയാം. എന്താണ്? P is equal to KH into X. അതിൽ നിന്ന് KH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? So KH is equal to P by X. അപ്പൊ P എന്ന് പറയുന്നത് പ്രഷർ ആണ്. So pressure at STP is 0.987 bar ആണ്. അത് മാറ്റമില്ല. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എക്സ് ആണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? നമുക്ക് ആകെ തന്നിരിക്കുന്നത് എന്താണ്? സോല്യൂബിലിറ്റി ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 0.195 സ്മോൾ എം. എന്താ ഈ സ്മോൾ എം ഏത് കോൺസെൻട്രേഷൻ ടേമിനെ സൂചിപ്പിക്കുന്നത്? ദാറ്റ് ഈസ് മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മീനിങ് എന്താണ്? 0.195 മോൾ H2S in 1 kilogram of the solvent. ഇവിടെ ആരാണ് സോൾവെന്റ്? വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതാം 0.195 മോൾ in 1 kilogram solvent. കിട്ടി അല്ലേ? അപ്പൊ എക്സ് കണ്ടുപിടിക്കാനുള്ള നമ്പർ ഓഫ് മോൾസ്, എക്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരുടെയാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്? H2S ന്റെ. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, അതേതാണ്? വാട്ടർ. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S നമുക്കറിയാം 0.195. ഇനി ഏതാണ് വേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. ശരിയല്ലേ? അപ്പൊ നമുക്ക് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. വാട്ടറിന്റെ മാസ് എത്രയാണ് ഇവിടെ?
നമ്മൾ പറഞ്ഞു 1 കിലോഗ്രാം സോൾവെന്റ് എന്നാണല്ലേ പറയുന്നത്. 1 കിലോഗ്രാം സോൾവെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സോൾവെന്റ് ആരാണ്? വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വാട്ടറിന്റെ മാസ് 1000 gram. So number of moles of water is equal to 1000 divided by 18. That is the molecular mass of water. വാല്യൂ എത്ര കിട്ടും? 55.56 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S കിട്ടി. Now substitute in this equation. നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ലയിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ അതിന്റെ സോലിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ നമുക്ക് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് നെഗ്ലിജിബിൾ ആണ്, അതിന് നമുക്ക് ഒഴിവാക്കാം. ഇനി അതിനെ ഇട്ട് ചെയ്താലും ഇടാതെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കാരണം വളരെ ചെറിയ വാല്യൂ മാത്രമേ എന്തുള്ളൂ? NH2S. ഞാൻ ഇവിടെ ഇത് ഇടാതെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഐ എം നെഗ്ലെക്ടിങ് ദിസ് ടേം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ്. Okay, then XH2S is equal to number of moles of hydrogen sulfide divided by number of moles of water. Okay, now I am substituting the value. Number of moles of hydrogen sulfide എത്രയാണ്? 0.195 കൊടുത്തു. Divided by number of moles of water എത്രയാണ്? 55.56. So അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.0035. So that is the mole fraction of hydrogen sulfide. Okay, now നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? KH കണ്ടുപിടിക്കാം. KH കണ്ടുപിടിക്കാനുള്ള രണ്ട് ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ? സോ പ്രഷർ ഈസ് ഈക്വൽ ടു, പ്രഷർ എത്രയാണ്? 0.987 bar. So 0.987 bar divided by mole fraction of H2S എന്ത് കിട്ടി? 0.0035. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കാരണം പ്രഷറിന്റെ യൂണിറ്റ് ബാർ ആണ്, മോൾ ഫ്രാക്ഷൻ യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് KHന്റെ യൂണിറ്റ് ഏത് വരും? ബാറിൽ തന്നെ വരും. ആൻസർ ഈസ് 282 bar. Now the third problem. Henry's law constant for carbon dioxide in water is 1.67 into 10 raised to 8 Pascal at 298 Kelvin. Calculate the quantity of carbon dioxide in 500 ml of soda water when packed under 2.5 atm carbon dioxide pressure at 298 Kelvin. Question മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? Quantity of carbon dioxide in 500 ml of water. ഈ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ സോല്യബിലിറ്റി ആയിരിക്കും അല്ലേ? സോല്യബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത ഇക്വേഷൻ ടേം ഏതാണ്? മോൾ ഫ്രാക്ഷൻ അല്ലേ? അപ്പൊ ഹെൻറീസ് ഇക്വേഷനിലെ മോൾ ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ ഇതാണ്, P is equal to KH into X. So mole fraction of carbon dioxide is equal to pressure divided by KH. അതിൽ KH ന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? നോക്കിക്കേ, KH is equal to 1.67 into 10 raised to 8 Pascal തന്നിട്ടുണ്ട്. ഇനി പ്രഷർ കാർബൺ ഡയോക്സൈഡിന്റെ എത്രയാണ് തന്നിരിക്കുന്നത്? 2.5 atm. പ്രഷറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് atm അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് യൂണിറ്റിലാണ് കിടക്കുന്നത്, ഒരേ യൂണിറ്റിലാക്കി ചെയ്യണ്ടേ? അപ്പൊ ഞാൻ ഇതിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. 1 atm is equal to 101,325 പാസ്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 atm എത്ര പാസ്കൽ ആണ്? 2.5 into that number. അത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് is equal to 2.5 into 101,325 പാസ്കൽ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രഷർ കിട്ടി, KH ന്റെ വാല്യൂ കിട്ടി. Now സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Pക്ക് പകരം 2.5 into 101,325 പാസ്കൽ. Then KH ന്റെ വാല്യൂ എത്രയാണ്? 1.67 into 10 raised to 8 പാസ്കൽ. ഡിവിഷൻ ഈ ഒരു ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1.517 into 10 raised to -3. നമുക്ക് നമ്പർ ഓഫ് മോൾസ് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് കിട്ടി.
ഇനി ഇതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കണം അല്ലേ? അത് മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ എന്താ? തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞതല്ലേ, മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. കാരണം ഇവിടെ വാട്ടർ ആണ് സോൾവെന്റ് അല്ലെ, സോഡ വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മോൾ ഫ്രാക്ഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണ്ടേ? വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. വാട്ടറിന്റെ മാസ് തന്നിട്ടുണ്ടോ? നോക്കിക്കേ, ഇക്വേഷനിൽ എവിടെയെങ്കിലും വാട്ടറിന്റെ മാസ് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ പകരം എന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട്. 500 ml. നമുക്കറിയാം 1 milliliter എന്ന് പറയുന്നത് 1 gram ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ 500 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 500 ml. That means mass of water is equal to 500 gram. Okay. Now number of moles of water is equal to 500 divided by 18, that is equal to 27.78 mole. ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോല്യൂബിലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് വളരെ വളരെ ചെറുതാണ് കമ്പയർ ചെയ്യുമ്പോൾ. സോ വി ക്യാൻ നെഗ്ലെക്ട് ദ ടേം നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. അപ്പൊ നെഗ്ലെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? XCO2 is equal to NCO2 divided by NH2O. അങ്ങനെയുണ്ട്. നമുക്ക് അതിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? NCO2. So NCO2 is equal to mole fraction of carbon dioxide into number of moles of water. Now I am going to substitute the value. So what is mole fraction of carbon dioxide? 1.517 into 10 raised to minus 3. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണ്. Into number of moles of water എത്രയാണ്? 27.78. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.042 മോൾ. ഓക്കെ, അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി കാർബൺ ഡൈ ഓക്സൈഡിന്റെ. പക്ഷെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഗ്രാമിലുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയാണെന്ന് അറിയാല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എങ്ങനെ നമുക്ക് കിട്ടുന്നത്? കാർബണിന്റെ അറ്റോമിക് മാസും ഓക്സിജൻ 2 ഓക്സിജന്റെ മാസും കൂടെ കൂട്ടി കഴിയുമ്പോൾ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. കാർബണിന്റെ 12 2 ഓക്സിജന്റെ കൂടെ കൂട്ടി കഴിയുമ്പോൾ 16 + 16 is equal to 44 gram. So mass of 1 mole of carbon dioxide is equal to 44 gram. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് നമുക്ക് കിട്ടിയാൽ എത്ര മോളിന്റെ വേണമെങ്കിലും കണ്ടുപിടിക്കരുതോ? എന്ത് ചെയ്യണം? ആ നമ്പർ ഓഫ് മോൾസിനെ 44 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ therefore mass of 0.042 mole carbon dioxide is equal to 44 into 0.042, and that is equal to 1.848 gram. അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 500 ml സോഡ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പ്രോബ്ലംസ് 3 പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തത്. ഇത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് കൂടുതൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഏകദേശം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.